മലപ്പുറം കൊണ്ടോട്ടി വലിയ പറമ്പിൽ നടുറോഡിൽ പിഞ്ചു കുഞ്ഞ് മുട്ടിലിഴയുന്ന കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ CCTVയിലാണ് പതിഞ്ഞിട്ടുള്ളത്. ദൃശ്യം കാണുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. ആ ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളുടെയൊക്കെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു നെടുവീർപ്പിട്ടുകൊണ്ടാണ് ആ ദൃശ്യം നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുക. ഇത് സംഭവിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇന്ന് രാവിലെ 8:30 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ബസ് കടന്നു പോകുന്നതിനിടെ ഇത്തരത്തില് ഈ കുട്ടിയെ അവിടെ കണ്ട ഉടനെ തന്നെ ഈ ബസ് ഡ്രൈവറും അടക്കം തന്നെ കണ്ടക്ടറും ചേർന്നുകൊണ്ട് ബസ് നിർത്തുകയും കൃത്യസമയത്ത് ഈ ബസ് നിർത്തുകയും അവരിറങ്ങി ആ കുട്ടിയെ സുരക്ഷിതമായി എടുത്തു മാറ്റുകയുമായിരുന്നു. കൊണ്ടോട്ടി വലിയ പറമ്പ് ചെറുമുറ്റം റോഡിൽ രാവിലെ 8:35 ഈ സംഭവം നടക്കുന്നത്. സഫ മർവ എന്ന ബസ്സിലെ CCTV ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പുതിയടത്ത് പറമ്പ ഫാറൂഖിലേക്ക് ഓടുന്ന ബസ്സിന് മുന്നിൽ ഈ മുട്ടിലിഴയുന്ന കുട്ടിയെ പ്രായത്തിലുള്ള കുട്ടിയെ കാണുകയായിരുന്നു. കുട്ടി വീടിന്റെ അകത്ത് നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് വന്ന് റോഡിലെത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പത്രം വായിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിയെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. ആ സമയത്തിനുള്ളിലാണ് ഞൊടിയിടയിലാണ് ഈ കുട്ടി പുറത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യം. നമുക്ക് രക്ഷിതാക്കളുടെ പ്രതികരണം നിലവിൽ ഈ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ബസ് ജീവനക്കാരും ഒക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടി പത്രം വായിക്കുന്ന സമയത്ത് രക്ഷിതാവിനൊപ്പം വീടിന് പുറത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് പതുക്കെ ഇഴഞ്ഞ് ഈ കുട്ടി റോഡിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ആ റോഡിൽ നിലത്ത് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്ന കാര്യം. എന്തായാലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്. വലിയ പറമ്പിനും ചെറുമുറ്റത്തിനും ഇടയിലാണ് കിണറുപടി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഡ്രൈവറായിട്ടുള്ള രാമചന്ദ്രനും കണ്ടക്ടർ നവാസുമാണ് സമയോചിതമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. നമുക്ക് ആ കുട്ടി ഇരിക്കുന്നതിന് അഭിമുഖമായി നേരെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരു സ്കൂട്ടർ യാത്രിക അടക്കം വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിരവധി വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡാണ്. ഒരുപക്ഷെ ഈ ബസ് വരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ആളുകൾ ആ കുട്ടിയെ കാണാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല.